ഹലോ, ഇതൊരു 2-3 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ്. അമ്മേൻ്റെ ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്ത് ഉത്സവം ഉണ്ടായിരുന്നു പതിയരക്കര. അപ്പം ഞാനും അമ്മയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏച്ചിമാരും ഉണ്ടായിരുന്നു, അമ്മേൻ്റെ ഏച്ചിമാർ. പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു താലപ്പൊലി പോകുന്നുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം ആ താലപ്പൊലീൻ്റെ കൂടെ മെല്ലെ നടക്കുന്നതായിരുന്നേ. പിന്നെ ഇതേ അമ്മേൻ്റെ ഏച്ചിയുണ്ട്, പിന്നെ ഏച്ചീൻ്റെ മോളെ കുഞ്ഞനുണ്ട്, പിന്നെ എൻ്റെ അമ്മയുണ്ട്. അമ്മ നൈലൂനെടുത്ത് നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ഭഗവതിൻ്റെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ മൂലയ്ക്ക് പോയിരുന്നു. എനിക്കിതിനെ പറ്റിയിട്ട് വലിയ ഇതില്ല, കാരണം ഞാൻ വയനാട്ടിലായതുകൊണ്ട് ഇങ്ങനത്തെ തിറയെല്ലാം ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു താലപ്പൊലി, പിന്നെ ബാക്കിൽ വരികയാണ് ചെയ്തത്. അങ്ങനെ അവർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ചെണ്ടമേളവും എല്ലാം ഉണ്ടായിരുന്നേ. അങ്ങനെ നൈലൂന് ഭഗവതീനെ തൊടണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് വന്ന് ഭഗവതി അനുഗ്രഹം എല്ലാം കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി, കാരണം അവിടെ നിന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ അനുഗ്രഹം എല്ലാം കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോക്കൊരു ഭാഗ്യം കിട്ടി. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഭക്ഷണം എല്ലാം കഴിച്ച് വരുമ്പോഴത്തേക്കും അവരെ വീടിൻ്റെ അടുത്തുനിന്ന് പൂക്കൽശം പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളും ആ പൂക്കൽശത്തിൻ്റെ കൂടെ DJ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. ഞാനും മൂത്തയും കൂടെ ഈ പൂക്കൽശത്തിൻ്റെ കൂടെ കയറി. ആരറിയാനാ, രാത്രിയല്ലേ, ആരും നോക്കൂലാലോ. അപ്പം ഞങ്ങളും കുറച്ച് ചില്ലാവാലോ എന്ന് വെച്ച് ഡാൻസ് എല്ലാം കളിച്ച്, ഞാനും മൂത്തെല്ലാം വൈബാട്ടോ. അപ്പം ഞങ്ങൾ ഡാൻസ് കളിച്ചു. ബാക്കിയുള്ളവരൊന്നും പിന്നെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല അവരേത് വഴിക്ക് പോയെന്ന്. പിന്നെ അമ്പലത്തിലേക്ക് കയറിയപ്പോഴത്തേക്കും ഞങ്ങളും പോയി സീറ്റ് പിടിച്ചു. പിന്നെ ഇതാ തിറയുണ്ടായിരുന്നു, അതെല്ലാം കണ്ട് ഒരു 2 മണി 2:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയത്. പിറ്റേന്ന് രാവിലെ ഞാനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു, കണലാട്ടം കണ്ടു, വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.